പകൽ സമയങ്ങളിൽ പൊതുജനങ്ങൾ പ്രത്യേകിച്ച് ബ്രഹ്മപുരവും അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കഴിയുന്നതും അത്യാവശ്യ സാഹചര്യങ്ങളിലല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടണം എന്നൊരു അഡ്വൈസറി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. കഴിയുന്നതും സ്ഥാപനങ്ങൾ അടച്ചിടുകയാണെങ്കിൽ ആളുകൾക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യം കുറയും. അതേസമയം പ്ലാന്റിലെ തീ പൂർണ്ണമായും കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പരിസരമാകെ പുക നിറയുകയാണ്. തീ പടരാൻ സാധ്യതയുള്ളതിനാൽ പ്ലാന്റിലെ തൊഴിലാളികളെയും വാഹനങ്ങളെയും പൂർണ്ണമായും ഒഴിപ്പിച്ചു. ഇന്ന് വൈകിട്ടോടെ തീ നിയന്ത്രണ വിധേയമാക്കുകയാണ് ലക്ഷ്യമെന്നും രാത്രി മുതൽ നേവിയും സ്ഥലത്തുണ്ടെന്നും കൊച്ചി മേയർ എം അനിൽകുമാർ അറിയിച്ചു. നഗരത്തിലാകെയല്ല, രാവിലെ വെളുപ്പിനെ ഉള്ള സമയത്ത് പുകയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വൈറ്റില, അതുപോലെ തേവര, ഈ പറയുന്ന ഭാഗങ്ങളിലെല്ലാം ബ്രഹ്മപുരത്ത് നിന്ന് കണക്ട് ചെയ്ത് കുണ്ടൻമൂർ മുതൽ തേവര വരെയുള്ള ഭാഗത്ത് ഈ പ്രശ്നമുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫയർ ഫൈറ്റിംഗ് വർക്ക് മുഴുവനും നടത്തുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയെങ്കിലും നമ്മുടെ ഇവിടുത്തെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. അപ്പോൾ അതിന് കഴിയുന്ന നിലയിലുള്ള ഒരു കോർഡിനേഷൻ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 6 സെക്ടറുകളായി തിരിച്ചിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. 6 സെക്ടറുകളിൽ 6 ടീമിനെയാണ് വിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നേവി മുഴുവൻ 6ാമത്തെ സെക്ടറിലാണ്. അപ്പോൾ ഈ 6 സെക്ടറുകളിലെ അവരുടെ ഈ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് ഇന്ന് വൈകുന്നേരത്തേക്കെങ്കിലും ഇത് പരിഹരിക്കാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അഗ്നിശമന സംവിധാനങ്ങളെല്ലാം തന്നെയും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതിൽ വലിയ രീതിയിൽ ഉയരുന്ന പുക തന്നെയാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് വരുന്നത്. ഒപ്പം തന്നെയും ഈ മാലിന്യ കൂമ്പാരത്തിന് വലിയ രീതിയിൽ ഏതാണ്ട് 110 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 70 ഏക്കറിലധികം വരുന്ന സ്ഥലങ്ങളിൽ പൂർണ്ണമായും തന്നെയും തീ പടർന്നിട്ടുണ്ട് എന്നതാണ്. ഒപ്പം ഈ കൂടിക്കിടക്കുന്ന പ്ലാസ്റ്റിക്, അതിനെല്ലാം തന്നെ തീ പിടിച്ചതാണ് ഇതിന് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണം. ഒപ്പം ഇതിൽ രാത്രിയും പകലുമില്ലാത്ത രീതിയിൽ അഗ്നിശമന സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. നമുക്കൊപ്പം തന്നെ അതിന്റെ ഉദ്യോഗസ്ഥരോടൊപ്പം ചേരുന്നുണ്ട്. റീജിയണൽ ഫയർ ഓഫീസർ ചേരുന്നു. എത്രമാത്രം വലിയ പ്രവർത്തനമാണിത്? ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി ഞങ്ങൾ ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ്. ഈ 110 ഏക്കർ വരുന്ന യാർഡ് മൊത്തം പ്ലാസ്റ്റിക് ഡംപ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് തീപിടുത്തത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിക്കുമ്പോഴേക്കും മേൽഭാഗം മാത്രമാണ് കൂളാവുകയും അതിന്റെ ഫ്ലെയിം കട്ടാവുകയും ചെയ്യും. പക്ഷേ അകത്തുള്ള തീ അതേ കണക്ക് തന്നെ നിലനിൽക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ 110 ഏക്കറിനെ 6 സെഗ്മെന്റായി തിരിച്ച് ഓരോ സെഗ്മെന്റിലും 2 ഫയർ ടെൻഡറും 2 JCB, പിന്നെ ഈ വെള്ളം ഫീഡ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് വെള്ളം എടുക്കും. കാര്യം ഇവിടെ യാർഡിലെങ്കിൽ വെള്ളം അവൈലബിൾ ഇല്ല. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ലോറികളിൽ വെള്ളം സപ്ലൈ ചെയ്യാണ്. അതിനുവേണ്ടി ഒരു ലോറി, അങ്ങനെ ഓരോ 6 യൂണിറ്റുകളായിട്ട് നിന്ന് വർക്ക് ചെയ്യുകയാണ്. JCB ഉപയോഗിച്ച് എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറുസൈഡിലോട്ട് തീ ഉൾപ്പെടെ മാറ്റുക, വെള്ളം തെളിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് അങ്ങ് അറ്റം, പുഴയുടെ ലാസ്റ്റ് യാർഡിന്റെ അങ്ങേ അറ്റം വരെ പോയി തീ പൂർണ്ണമായി എസ്റ്റിംഗ്വിഷ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അത് ഒറ്റയടിക്ക് കഴിയുന്ന പ്രവർത്തനമല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. കൂടാതെ ദുഷ്കരമായ സാഹചര്യമാണ്. കാര്യം അന്തരീക്ഷം മൊത്തം പുകപടലമാണ്. നമുക്കൊരു നിശ്ചിത സമയത്തിൽ കൂടുതൽ ഇവിടെ എക്സ്പോസറായി നിൽക്കാൻ കഴിയില്ല. ഇപ്പം കാറ്റ് അനുകൂലമായതുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ തന്നെ കഴിയുന്നത്. അല്പം കഴിയുമ്പോൾ വിൻഡ് ഡയറക്ഷൻ മാറുകയാണെങ്കിൽ മൊത്തം നമുക്ക് ഈ പണികൾ നിർത്തിവെക്കേണ്ടി വരും. അങ്ങനെ ഒരു ഭയങ്കര പ്രതികൂലമായ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കൂടെ നമുക്കുണ്ട്. എത്രയും കഴിയുന്ന വേഗത്തിൽ തീർക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ബ്രഹ്മപുരത്ത് ഉണ്ടായ തീപിടുത്തത്തിൽ തീ അണയ്ക്കുന്നതിന് വേണ്ട പരിശ്രമങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൽ മുകളിലേക്ക് ഉയർന്ന പുകയാണ് ഇന്ന് പുലർച്ചെ മഞ്ഞ് വന്ന സമയത്ത്, ടെമ്പറേച്ചർ താഴ്ന്ന സമയത്ത് തിരിച്ച് താഴേക്ക് വരികയും സിറ്റിയിലാകമാനം പുക മൂടിയ ഒരു അന്തരീക്ഷം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് തുടർച്ചയായി ഇന്ന് പുലർച്ചെ ഉണ്ടായ ഒരു തീപിടുത്തം വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പുകയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ അതിൽ പരിഭ്രാന്തരാകരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേവിയുടെ ഹെലികോപ്റ്ററുകൾ മുകളിൽ നിന്ന് വെള്ളം തളിക്കുന്ന പ്രവൃത്തിയും രാവിലെ നടത്തുകയുണ്ടായി. നല്ല രീതിയിൽ ഇപ്പോൾ തീ കൺട്രോളിൽ വന്നിട്ടുണ്ട്. പക്ഷേ സ്ഥലത്ത് പുക ഇപ്പോഴും ഉണ്ട്.